മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവിടെ നിന്ന് ഗൾഫിലേക്ക് ഒരു യാത്ര പോവാണ്. വയസ്സുകാല മരണപ്പെടുമ്പോൾ തന്നെ ഏകദേശം 90ഓളം വയസ്സുണ്ടല്ല. ഗൾഫിലേക്ക് പോയി. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, സമുദായത്തിൻ്റെ വലിയവരായ നേതാക്കന്മാർ, നല്ലവരായ പ്രവർത്തകന്മാർ വിളിച്ചിട്ട് മഹാൻ പോയതാണ്. പ്രായമേറെയുണ്ട്, കൂടെ ഖാദിമീങ്ങളും ഉണ്ട്. അങ്ങ് ചെന്നു. ചുരുക്കട്ടെ സഹോദരങ്ങൾ, ഗൾഫിലെത്തി, GCC കൺട്രിയിലെത്തി. അവിടെ എത്തിയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി, ബന്ധപ്പെട്ടവർ റൂമിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുളിച്ചു, ഫ്രഷായി. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി പോന്നു. പിന്നീട് അവിടെ നിന്ന് വരുമ്പോൾ ധരിച്ചതായ കോട്ട് കമീസ് അതങ്ങ് മാറ്റി വേറൊരു കമീസ് ധരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പെട്ടിയിൽ നിന്നൊരു കമീസ് എടുക്കുകയാണ്. ആ കമീസ് അങ്ങ് എടുത്തിട്ടങ്ങ് നീണ്ട് നിവർത്തി അതിനൊന്ന് കൊട്ടിക്കൊടഞ്ഞ് ഒന്ന് ധരിക്കാൻ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവർ കണ്ടുപോയി ആ കോട്ട്, ആ കമീസിൽ ഒരു ഒട്ട. അവിടെ ചെറിയ ചെറിയ ഒട്ടകൾ. അതായത് പുതിയ കമീസല്ല, ഓൾഡ് കമീസ്, പഴയ കമീസ്, ഒട്ടയുള്ള കമീസ്, യൂസാക്കിയ കമീസ്, പുതിയ കമീസല്ല. വലിയൊരു മജ്ലിസിലേക്ക്, വലിയൊരു സദസ്സിലേക്ക്, വലിയൊരു ജനബാഹുല്യമുള്ള ഒരു സദസ്സിലേക്ക് വലിയവരായൊരു മഹാൻ പോകുമ്പോ പുതിയൊരു കമീസ് ധരിച്ചിട്ട് പോകുന്ന ഒരു രംഗം കാണുമ്പോ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സഭിക്കരുടെ ഇടയില്, ഈ പ്രവർത്തകന്മാരുടെ മുമ്പില് ഒന്നരായ ശൈഖുന അവിടെ നിന്നതാ ഓട്ടയുള്ള, ദ്വാരമുള്ള, റന്ത്രകളുള്ള കമീസ് അങ്ങ് എടുത്തിട്ട് ധരിച്ചപ്പോ അവിടെ നിന്ന് കൂടെയുള്ളവർ ചോദിച്ചു, അല്ല ഉസ്താദ്, അതിൽ ഒട്ടയുണ്ട്, വേറെ കമീസ് ഇട്ടനങ്ങ് നെല്ലുണ്ടായി എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുന പറഞ്ഞ മറുപടി, അതേ മക്കളെ, ഒട്ടയുണ്ട്, പക്ഷെ എൻ്റെ കമീസുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഇതാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമീസുകളെ കൂട്ടത്തിൽ കുറച്ച് ഒട്ട കുറഞ്ഞിട്ടുള്ള കമീസ്, ദ്വാരങ്ങൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ദ്വാരങ്ങളുള്ള കമീസ് അത് ഇതാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ വിരിശപ്പെട്ട ഭാര്യ കേൾക്കണം, നിങ്ങൾ നല്ല പോലെ കേൾക്കണം, ഇത് നിങ്ങൾ നല്ല പോലെ കേൾക്കണം, ഇത് നിങ്ങൾ വയസ്സനായ വൃദ്ധാവസ്ഥയുടെ അങ്ങേ തലയിലെത്തിയ മഹാനരായ കോയക്കുട്ടി ഉസ്താദ് അവിടത്തെ ഭാര്യയെ പറ്റി പറയണത് ഭാര്യ ബാലക്കാർത്തിയല്ലോ, അവിടത്തെ ഭാര്യയും വയസ്സെത്തിയല്ലേ, അവിടത്തെ പെഞ്ഞായും വയസ്സെത്തിയല്ലേ. മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞെന്തറിയോ, ഞാൻ ഗൾഫിൽ വരുന്നു എന്നറിഞ്ഞപ്പോ, ഞാൻ ഗൾഫിലേക്ക് പോകുന്നു എന്നായപ്പോ ഒരുക്കങ്ങൾ കൂട്ടുമ്പോ, തയ്യാറെടുപ്പുകൾ കൂട്ടുമ്പോ എൻ്റെ ഭാര്യ ഉള്ളതിൽ നല്ലൊരു കമീസ് കഴുകി ഇസ്തിരിയിട്ട് മടക്കി വെച്ചതാണിത്. ഇതെന്റെ ഭാര്യ മടക്കി വെച്ച കമീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കമീസാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കണം. നമ്മുടെ മഹാന്മാരാര്? ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം മാതൃകാ ദമ്പതികളാര്. മൂന്നാമത്തെ പാഠം ആലിമായ മാപ്പിളക്ക് വാണത് കൊണ്ട് വയസ്സുകാലത്ത് പോലും പിരിശം മുറിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ വയസ്സന്മാരുണ്ട്. ഏകദേശം ഒരു 50-55 പെഞ്ഞായി കിച്ചണില്, മാപ്പിള രണ്ടാമത്തെ തട്ടിൽ മീത. അവിടെ വയസ്സായല്ലേ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ ഒരു തലയണലല്ലാതെ ഉറങ്ങരുത്. മാപ്പിള പെഞ്ഞായിമാർ മരണം വരെ ഒരു തലയണ വെച്ചിട്ടല്ലാതെ ഉറങ്ങരുത്. അപ്പൊ ഉസ്താദ് വലിയ തലങ്ങണി വേണ്ടേ രണ്ടാൾക്ക്? അങ്ങനല്ല അതിന്റെ അർത്ഥം അങ്ങനല്ല. അങ്ങ് എപ്പോഴും അടുത്തടുത്ത് വേണോ, അങ്ങ് എപ്പോഴും മുട്ടമേ വേണോ, അങ്ങ് എപ്പോഴും നല്ല പഞ്ചാറ് വിശേഷമൊന്നുണ്ടേ വേണോ, അങ്ങ് എപ്പോഴും ചെറിയ ചെറിയ കുസാളും തമാശലായുണ്ടേ വേണോ. അതതിൻ്റെ അർത്ഥം. അല്ലാണ്ട് നീ 2 തലം കണ്ട് അപ്പുറം എറിഞ്ഞിട്ട് വലിയ തലം കൊണ്ടണ്ട. മരണം വരെ എന്ന് പറയുമ്പോൾ വയസ്സകാലത്ത് അവർ അകലാൻ പാടില്ല. അല്ലെങ്കിലും ഇപ്പല്ലല്ലോ അവർ ദൂരം ഇപ്പൊ അവർ ഏറെ അടുക്കേണ്ടതല്ലേ. കാരണം അത് വയസ്സായി, ഒറ്റക്ക് എണീക്കാൻ കഴിയുന്നില്ല, ഒറ്റക്ക് ഫ്ലാസ്ക് പിടിക്കാൻ കഴിയുന്നില്ല, ഒറ്റക്ക് തസ്പിന്റെ മാല പറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് പെഞ്ഞായി അടുത്ത് വേണ്ടിയത്, അല്ലെങ്കിൽ പെഞ്ഞായിന്റെ അടുത്ത് മാപ്പിള അടുത്ത് വേണ്ടിയത്.
അല്ലേ? അപ്പൊ എങ്ങനെയാകലെ? ഞാൻ ഇത് പറഞ്ഞതിനറിയോ, ആലിം എന്നത് മഹാന്മാരാണ്, അവർ അനുഗ്രഹീതരാണ്. ആ ആലിം പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നവരാണ് മഹാന്മാരായ മുത്തഅല്ലിമീങ്ങൾ. അവർ വലിയവരാണ്. മുത്തഅല്ലിമ കടന്നു പോകുന്ന ഖബർസ്ഥാനിൽ അല്ലാഹു മഗ്ഫിറത്ത് ചൊരിക്കുമെന്ന്, മർഹമത്ത് നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മുത്തഅല്ലിമായ കിടാവിന്റെ പൊറുതികേട് കാണണ്ട, അവന്റെ കുരുത്തക്കേട് നോക്കിയിട്ട് മാർക്കിടണ്ട, അവന്റെ ഇപ്പോഴുള്ള സ്വഭാവം കണ്ടിട്ട് മാർക്കിടണ്ട. അവന്റെ ഭാവി എങ്ങനെയാണെന്ന് നമ്മൾ അറിയില്ല, നാളെ അതാരാണെന്നറിയില്ല, നാളെ അവൻ ആരാണെന്നറിയില്ല. കഴിയുമോ നിനക്ക് നല്ലോണം പിരിശം കൊടുക്ക, കഴിയുമെങ്കിൽ പിരിശം കൊടുക്ക, കഴിയുമെങ്കിൽ ധാരാളം പിരിശം കൊടുക്ക. ആക്ഷേപിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, നിരുത്സാഹപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞു വന്നത്, നല്ല സംസ്കാരം പഠിപ്പിച്ചിട്ട് അവരെ പഠിതാക്കളാക്കണം. നല്ല പ്രജകളാകണമെങ്കിൽ, നല്ല മനുഷ്യരാകണമെങ്കിൽ, നല്ല ഭാരതീയരാകണമെങ്കിൽ, നല്ല കന്നഡികനാകണമെങ്കിൽ, നല്ല മക്കളാകണമെങ്കിൽ, നല്ല മനുഷ്യരാകണമെങ്കിൽ നല്ലതവർക്ക് പഠിപ്പിക്കപ്പെടണം. ചെറുപ്പത്തിലെ കുട്ടിപ്രായത്തിലെ നല്ലതവർക്ക് കേൾപ്പിക്കപ്പെടണം. ഞാൻ നിർത്തുകയാണ്, സമയം 11 ഒരു 11:15 അല്ലേ? അല്ലേ ഉസ്താദ്? അല്ലേ? 10:30 11:30 അര ഇപ്പോ. കുറെ ലോങ് വേണ്ട, കുറെ ലോങ് എന്തായാലും വേണ്ട. കാരണം ഒന്നാമത് നാളെ നിങ്ങൾ തന്നെ വരണോ, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടോ? നാളെ എനക്കും ഉണ്ട്, ഇതിനെക്കാട്ടും കുറച്ച് അപ്പുറം പോകണോ, മറ്റൊന്ന് അങ്ങ് പോകണോ. നിങ്ങളുടെ ദുആ എപ്പോഴും പോകണം. അല്ലാഹു നമ്മുടെ ഖിദ്മത്ത് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഖിദ്മത്തിൽ ഏറിയ ഇഖ്ലാസും അല്ലാഹു കബൂലിയത്തും അതോടൊപ്പം ഏറിയ ഇഖ്ലാസും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ബിസി പറഞ്ഞല്ല, നമ്മളെ തിരക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, ഇന്ന് പിന്നെ തുടക്കമായത് കൊണ്ട് ലേറ്റായിട്ടില്ല. എന്നോട് ചെല്ലിയ തന്നെ 9 മണിക്ക് തുടങ്ങുമെന്ന്. 9 മണിക്ക് തുടങ്ങുമെന്ന് ചൊല്ലിയിട്ട് എന്നെ വിളിച്ചിനെ മാത്രം ഒരു 900 വട്ടം വിളിച്ചിന്. അങ്ങനെയാണ് സംഘാടക ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ പവറാണത്. ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് പറഞ്ഞ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ അസീസ് ഭായ്, നമ്മുടെ ഏറെ പിരിച്ചപ്പെട്ട എൻ്റെ കൂട്ടുകാരനായ എൻ്റെ സഹപ്രവർത്തകനും കൂടിയായ ഷെരീഫ് മൗലവി, എത്ര വിളിച്ച് ഓർ വിളിക്കുന്ന കാണുമ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു ഒരു ഔത്തിന്റെ ഉള്ളിൽ ഉൾഗമാൻ ഫംഗ്ഷൻ. കാരണം അങ്ങനത്തെ വിളി അല്ല, അതങ്ങനല്ല, അത് വെടിച്ചലാക്കിയതല്ല, നമ്മളെ ബുദ്ധിമുട്ടാക്കിയതല്ല. അവരാ ജവാബ്ദാരിന്റെ കോണാണ്. അല്ലാഹു തആല അത് മുറ പോലെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ഉത്തരവാദിത്വ ബോധം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അൽഹംദുലില്ലാഹ്, തുടക്കമായതുകൊണ്ട് വന്യരായ ഫൈസ് ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, തുടക്കമായതുകൊണ്ട് അതിൻ്റെതായ ചില മുടക്കങ്ങൾ സർവ്വസാധാരണയാണ്. അത് എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതെല്ലായിടത്തും. അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ശരിയാവും. നിങ്ങൾ നോക്കിയാലോ, ഫസ്റ്റ് ഒരാൾ പുര കെട്ടുമ്പോ അയാളിൽ കുറെ വേസ്റ്റ് എല്ലാം കാണും. ഈ ഏണി കൂടെ വേണ്ടാന്ത്, ഈ കിളിവാതിൽ കൂടെ വേണ്ടാന്ത്, ഈ റൂം കൂടാവത്ത്, ഈ സൈഡിൽ വേണ്ടാന്ത്. അതേ മനുഷ്യൻ രണ്ടാമത്തെ ഒരു പുര കെട്ടിട്ടുള്ള ഒരു വേസ്റ്റ് വയ്ക്കല. എന്താ അയാൾക്ക് അനുഭവമായി? ഉസ്താദെ പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടി അങ്ങനെ ആരും ചിരിക്കില്ലല്ലേ? കാരണം ഒന്ന് കെട്ടിയിട്ട് ബറാബറായിരുന്നു, ഒന്ന് കെട്ടിട്ട് മൂക്കിന്റെ കുടിക്കെത്തിരക്ക്. ഏതുവാട്ടി ഇൻഷാ അല്ലാഹ് നാളെയും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംസ്കാരം നല്ലതാക്കണം, നമ്മുടെ മക്കൾ നല്ല സംസ്കാരമുള്ളവരാക്കണം. ചെറുപ്പത്തിലെ നല്ല നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് ഇതുപോലെയുള്ള പ്രകീർത്തന സദസ്സുകളിൽ അവരെ കൊണ്ടുവന്നിരുത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെയും കൊടുത്ത് അവരെ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ, നല്ലവരായി മുന്നോട്ട് പോകാൻ, നല്ല വാതിലുകൾ തുറന്നു മുന്നോട്ട് പോകാൻ, നല്ല പടികൾ കയറി ഉയരത്തിലേക്ക് പോകാൻ വേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം. ആ ചെയ്യുന്ന ഒത്താശകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്താശ ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ. ഗർഭാശയത്തിലുള്ള മക്കള്, കുഞ്ഞുങ്ങൾ ഗർഭത്തിലിരിക്കുന്ന കാലം മുതല് മാതാപിതാക്കൾ അവർക്ക് നല്ല സംസ്കാരങ്ങൾ ചൊല്ലിക്കൊടുക്കണം. അതെങ്ങനെ ഉസ്താദ് ഗർഭത്തിലുണ്ടാമെന്ന് ചൊല്ലിക്കൊടുക്കുന്നത്? അങ്ങനെയുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ എല്ലാ ചലന വളന കുഞ്ഞറിയുന്നു.
കുഞ്ഞറിയുന്നു. അതിനല്ലേ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കൂ, പെറ്റ പാട്, പ്രസവിച്ച പാട്, കിടാവിന്റെ കണ്ണു നോക്കിയിട്ട് ഇതളാ മോണോ നോക്കളാ അങ്ങനെ ആക്കണമെന്നല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? പ്രസവിച്ച പാട് ചെവിയിലേക്ക് ബാങ്ക് കൊടുക്കണമെന്നാണ്. എന്തേ കാരണം? ആദ്യം കേൾക്കുകയാണ്, കാണുന്ന പിന്നെ കേൾവി എന്നത്. നിങ്ങൾ നോക്കൂ, ആദ്യം കേൾവിയാ. അല്ലാഹു തആല ആദ്യം കൊടുക്കുന്ന കഴിവ്, ആദ്യം പടക്കപ്പെടുന്ന കഴിവ് കേൾവിയാ. ആ ആദ്യമേ കേൾക്കുന്ന ഒരു കഴിവുള്ളത് കൊണ്ട്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ കുഞ്ഞു വളർന്നു വരുന്നത് കൊണ്ട്, കുഞ്ഞു ഉയർന്നു വരുന്നത് കൊണ്ട്, കുഞ്ഞു ഗർഭത്തിൽ പാർക്കുന്നത് കൊണ്ട് ആ കുഞ്ഞ് കേൾക്കുന്നത് മുഴുവനും നല്ലതാകണം. മാതാപിതാക്കളെ വായിലൂടെ കേൾക്കുന്നത്, മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്നത് നല്ല നല്ല കാര്യങ്ങളാകണം. നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഒരാൾ പ്രസംഗിച്ചില്ലേ അല്ലേ? ഞാൻ ഒരാൾ പ്രസംഗിച്ചില്ലേ അല്ലേ? എന്താ ആള് പ്രസംഗിച്ച്? പിന്നെ ആങ്ങളെ മക്ക ആശുപത്രിയിൽ അവിടെ ഇവിടെ എല്ലാം പെട്ടിട്ടാകുമ്പോ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടെ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ നാനപ്പമേ ഈ തീർമാനാക്കിയ എന്താക്കിയ ഞങ്ങളെ കിടാവ് പെറ്റപ്പോ ഞാൻ അങ്ങനെ ചൊന്നേ. ഫസ്റ്റ് എന്ത് സ്നേഹ കൂടെ ഇവിടെ ഞങ്ങൾക്ക് എന്തോ സ്നേഹം കുറഞ്ഞിട്ടില്ല, നല്ലോണം സ്നേഹം ഉണ്ട് അൽഹംദുലില്ലാഹ്. ഈ കേട്ടോ നല്ല വിഷയതല്ല. നിങ്ങൾക്ക് പിടിയായിട്ടിക്കോ? പിടിയായില്ല, നാളെ പിടിയാക്കി ഉറങ്ങാം. അത് വിസ്തരണാക്കി ചെല്ലോടെ ഇപ്പൊ ടൈമില്ല. അയാൾക്ക് ഇപ്പൊ വെടി പൊട്ടി. ഇത് ചെല്ലി കൊടുത്തെങ്കിൽ ഇപ്പൊ സ്നേഹം കൂടുന്ന ഞങ്ങളെ റസൂലുള്ള പണ്ടേ പറയും, നല്ല തന്നെ ചെല്ലി കൊടുത്തെങ്കിലായി കിടാവ് നല്ലായിട്ട് വരും. നല്ല ഭാരതീയനായി, നല്ല കണ്ണടികനായി, നല്ല സംസ്കാരമുള്ളവനായി, നല്ല മകനായി, നല്ല മകളായി വളർന്നു വരാൻ ഏറ്റവും നല്ലത് കിടാവിന്റെ കാതിലേക്ക് കേൾക്കുന്ന മുഴുവനും നല്ലതാകണം. അതിനെ ബാങ്ക് കൊടുക്കുന്നത് ആദ്യം നല്ലത്. മാതാപിതാക്കളെ താരാട്ടുപാടി ഉറക്കുന്നത് നല്ലതാകണം. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കേൾക്കുന്നത് മുഴുവനും നല്ലതാകണം. അവരുടെ കാതിൽ അലയടിക്കുന്ന വർത്തമാനങ്ങൾ, അവരുടെ ശ്രവണ പുടങ്ങളിലേക്ക് പതിക്കുന്ന നമ്മുടെ വാക്കുകൾ, മാതാപിതാക്കളുടെ വിഷയ പളക്കങ്ങൾ, അത് നല്ലതാകണം, അത് നല്ലതാകണം, അത് നല്ലതാകണം. അതേ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങളെ സഹാബിയാണ്, മുത്തുനബി തങ്ങളെ വലിയ സഹാബിയാണ്. അതോടൊപ്പം നബി തങ്ങളെ വലിയ ഖാദിമാണ്, സേവകനാണ്. 10 കൊല്ലമാണ് നബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത്. ഖദംതു റസൂലല്ലാഹി അശ്റസിനീൻ, ഹബീബായ നബി തങ്ങൾക്ക് 10 കൊല്ലമാണ് ഞാൻ സേവനം ചെയ്തത്, സേവിച്ചത്, ഖിദ്മത്ത് നടത്തിയത് എന്ന് പറഞ്ഞിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റുമൈസ ബീവി എന്ന ഉമ്മു സലമ, ഉമ്മു സുലൈമ, അനസ് ഇബ്നു മാലിക് തങ്ങൾ ഉമ്മയാണ്. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ നിന്നതാ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയില്, ആ അനസ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസ്ഥയില് ഉമ്മ എന്താക്കു പറയോ? എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞിനെ പിന്നെ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടു. ആ അനസ് ഇബ്നു മാലിക് തങ്ങള് ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീണു. അപ്പോഴതാ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുമ്പോ ഉമ്മതാ പറയണത് എന്തറിയാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുന്ദരമായ ഷഹാദത്തിന്റെ മധുരമൊഴികള് ആ കുഞ്ഞളെ മനസ്സിലേക്ക്, ആ കുഞ്ഞു പൈതലിന്റെ കാതിലേക്ക് അങ്ങനെ പാടിക്കൊടുത്തിട്ട് അങ്ങനെ താരാട്ടുകയാണ്. ഇത് കണ്ടപ്പോ മുസ്ലിമായ ഭർത്താവ് തന്റെ പൊണ്ടാട്ടിയോട്, വെഞ്ഞായിയോട്, ഭാര്യയോട്, അതേ റുമൈസ എന്ന അനസ് തങ്ങളെ ഉമ്മയോട് പറഞ്ഞെന്തറിയാ? പെണ്ണേ, ലാ തുഫ്സിദി ബിനി, എന്റെ കുഞ്ഞിനെ നീ ബെടക്കാക്കണ്ട. നീ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചൊല്ലിയിട്ട് നീ ബെടക്കാക്കണ്ട. കാരണം അതിന്റെ ആള് മനസ്സിലായില്ല. അപ്പൊ ഈ ഉമ്മ ഇതന്നെ ചൊല്ലിക്കൊടുത്തേണ്ടത്. പണ്ടത്തെ ഉമ്മമാരിൽ അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ കാലത്തുള്ള താരാട്ട് പാട്ട് അല്ലേ?
ഈ അനസ് റളിയല്ലാഹു അൻഹു തങ്ങള് ഇതിങ്ങനെ കേട്ടിട്ട് വളർന്നു ഇല്ലേ? കുഞ്ഞിനെ ഉറക്കുമ്പോ ഉമ്മ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞ് തൊട്ടില് കിടക്കുമ്പോ ആ ഉമ്മാന്റെ ബായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചരിത്രം പറയുന്നുണ്ട് അനസ് ഇബ്നു മാലിക് തങ്ങൾ വലുതായി, വലിയായി. എങ്ങനെ വലിയായി? 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സ് 2 വയസ്സ്, അതായത് പഴക്കം പറയാൻ തുടങ്ങുമ്പോ, തുടങ്ങുമ്പോ, വിഷയം പറയാൻ തുടങ്ങുമ്പോ, സംസാരിക്കാൻ തുടങ്ങുന്ന വയസ്സായപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് സംസാരിച്ച വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കിടാവ് വിഷയം പറയുന്ന വയസ്സായ സമയത്ത് ആദ്യമായിട്ട് ചൊല്ലിയ വാക്ക് ഫകാന അവ്വല മാ തകല്ലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യമായിട്ട് ആ കുഞ്ഞു ലോകത്തോട് സംസാരിച്ച വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം എന്ത്? ഉമ്മ പഠിപ്പിച്ചതാണ്, ഉമ്മ പാടിക്കൊടുത്തതാണ്, ഉമ്മ സംസ്കരിച്ചത് ആ വാക്കിലൂടെയാണ്. നല്ല വാക്കിലൂടെ, നല്ല സംസ്കാരത്തിലൂടെ, നല്ല വിഷയങ്ങളിലൂടെ, നല്ല സംസ്കാരങ്ങളിലൂടെ, നല്ല സംസാരത്തിലൂടെ മാതാപിതാക്കളെ മക്കളെ നല്ല നിലക്ക് കൊണ്ടുവന്നപ്പോ ഏതു കുഞ്ഞും നല്ലാവും, ഏതു കുഞ്ഞും നന്നാവും, ഏതു കുഞ്ഞും അല്ലാഹുവിന്റെ പേടിയുള്ളവനാകും. സുബ്ഹാനല്ലാഹ്. അത്തരം കുഞ്ഞുങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ, അത്തരം കുഞ്ഞുങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ കുളിർമ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഭാവിയിലെ വരദാനം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ ഭാവി ബറബസ്. അല്ലാതെ തെരികിട പുള്ളന്മാരല്ല, ഗാഞ്ചാ ലഹരിക്കടിക്റ്റായവരല്ല. അത്തരത്തിലുള്ള ലഹരിക്കടിമയാകാതെ ഞങ്ങളെ മക്കള് നല്ലവരാകണോ? അവർക്ക് മതബോധം നൽകണേ, മതവിദ്യാഭ്യാസം നൽകണേ. മഹാനായ ഫത്ഹുൽ മൗസിലി ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ മഹാനരാണ്. മൗസിലുകാരനായ ഫത്ഹ്, മൗസില നാട്ടുകാരനായ ഫത്ഹ് വലിയ മഹാനാണ്, വലിയ ജ്ഞാനിയാണ്, വലിയ പണ്ഡിതരാണ്. മഹാനർ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടു. മഹാനജ്ജിന് പോവുകയാണ്. നിങ്ങളെന്റെ കൂടെ ഇല്ലേ? ഇല്ലേ? മഹാനജ്ജിന് പോവുകയാണ്. ഒരു മിനിറ്റ്. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സലവാത്തുല്ലാഹി അലൈക യാ നബി. طلع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داعي. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، صلوات الله عليك أيها المبعوث فينا. جئت بالأمر المطاع، جئت شرفت المدينة، مرحبا يا خير داعي. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، صلوات الله عليك. മഹാനായ ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു വലിയ മഹാനരാണ്, വലിയ ജ്ഞാനിയാണ്, വലിയ തത്വജ്ഞാനിയാണ്, വലിയ ആരിഫാണ്. ആ മഹാനർ പരിശുദ്ധമായ കഅബത്തിങ്കൽ ഹജ്ജിന് പോവുകയാണ്. ഒരു ഹജ്ജിന്റെ സീസണില്, ഒരു ഹജ്ജിന്റെ സമയത്ത് മഹാനജ്ജിന് പോകുമ്പോ സുബ്ഹാനല്ലാഹ് വഴിവക്കിലതാ, പോകുന്ന വഴിയിലതാ ചെറിയൊരു കുഞ്ഞിനെ കണ്ടുമുട്ടുന്നു. ചെറിയ വയസ്സ്,
വലിയ വയസ്സല്ല, പ്രായമേ ആയിട്ടില്ല. ചെറിയ കുഞ്ഞ്, ഒറ്റപ്പെട്ട ആ കുഞ്ഞങ്ങനെ നടക്കുകയാണ്. കൂടെ ആരുമേ ഇല്ല, കുഞ്ഞിൻ്റെ ഒക്കെ ആരുമേ ഇല്ല, മാതാപിതാക്കളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, വേണ്ടപ്പെട്ടവരില്ല, നാട്ടുകാരില്ല, ബന്ധുജനങ്ങളില്ല, ആരുമേ ഇല്ല. ഒറ്റക്കഥ ഒരു കുഞ്ഞങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോ അത് കണ്ടുമുട്ടിയ മഹാനായ മൗസിലി റളിയല്ലാഹു അൻഹു, ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനോട് ചോദിച്ചു, അല്ല മോനെ, നീ എങ്ങോട്ടാണ്? ആരാ നീ? എവിടത്തുകാരനാ? മന്നന്താ മിന്നൈനാ? ആരാ നീ? എവിടത്തുകാരനാ എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞവിടെന്ന് മറുപടി പറഞ്ഞു, അല്ല, ഞാൻ പരിശുദ്ധമായ മക്കത്ത് പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ്. ആ സമയത്ത് ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു അത്ഭുതമാണ്! സിഫത്തുൽ ഔലിയാ എന്ന കിതാബിൽ ഈ ചരിത്രം കാണാം. സിഫത്തുൽ ഔലിയാ എന്ന ബൃഹത്തായ കിതാബിൽ ഈ സംഭവം കാണാം. ഞാൻ ഹജ്ജിനാണ് പോകുന്നത് എന്നാ കുഞ്ഞു പറഞ്ഞപ്പോ മഹാനായ ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അല്ല കുഞ്ഞേ, അല്ല കിടാവേ, നീ ചെറുതല്ലേ, നീ ചെറിയ മോനല്ലേ, നീ ഇളം കുഞ്ഞല്ലേ, പൂപൈതലല്ലേ, നീ എവിടേക്കാണിത്? പരിശുദ്ധമായ ഹജ്ജിനാണോ? നീ അങ്ങ് നടന്നിട്ടെത്തുമോ? വാഹനങ്ങളില്ല, ഉള്ള വാഹനം തന്നെ ഇന്നത്തെ ഇന്നോവയല്ല, അല്ല, പണ്ടത്തെ മൃഗങ്ങളാണ്. അതും ഈ കുഞ്ഞിന്റെ കയ്യിലില്ല. ചെറിയ പൂപൈതലാകുന്ന കുഞ്ഞ്, ആ കാലിന്റെ അടിയിലെ ചുവപ്പ് മാറാത്ത ആ നല്ല കാലുകൾ വെച്ചിട്ട് ആ മരുഭൂമിയിലൂടെ അങ്ങനെ പോകുന്നത് കണ്ടപ്പോ മഹാനായ ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല കുഞ്ഞെ, നീ അങ്ങ് നടന്നിട്ടെത്തുമോ? ഞങ്ങൾ തന്നെ നടന്നിട്ടെത്താൻ പ്രയാസമാണ്. പായാനറിയുന്ന ഞങ്ങള്, ഓടാനറിയുന്ന ഞങ്ങള്, നീട്ടിയിട്ട് കാല് വെച്ച് നടക്കാനറിയുന്ന ഞങ്ങള് തന്നെ നടന്നാൽ കഅബത്തിങ്കലെത്താൻ പ്രയാസമാണ്. പിന്നെ നല്ല പോലെ ഓടാനറിയാത്ത നീ, നീട്ടി കാല് വെക്കാൻ കഴിയാത്ത നീ, നിന്റെ ചെറിയ കാലിങ്ങനെ വെച്ച് നടന്നാൽ നീ മക്കയിലെത്തുമോ? ഹജ്ജിനെത്തുമോ? ഇത് ചോദിച്ചപ്പോ ആ കുഞ്ഞു പറഞ്ഞ മറുപടി എന്തറിയോ? എത്തും, തീർച്ചയായിട്ടും എത്തും. കാരണം ഞങ്ങളോട് അല്ലാഹു പറഞ്ഞത് പണിയെടുക്കാനാണ്. അതിന്റെ ഫലം തരുന്നത് അല്ലാഹുവാണ്. അവനവന്റെ ആവതുപോലെ പണിയെടുക്കണം. എന്റെ നടത്തം ചെറുതാണെങ്കിൽ ഞാൻ അങ്ങനെ നടക്കൂ. അതിന്റെ ഫലം കാട്ടേണ്ടത് റബ്ബാണ്. വല്ലദീന ജാഹദൂ ഫീനാ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ബക്കറ്റാ? നന്നായി, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയിട്ടായ വന്നിട്ടായ ഉറങ്ങിട്ട് എണിച്ചിട്ട് കൂർക്ക വലിക്കുന്നത് അല്ലേ? അല്ലാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. പോകുമ്പോ നല്ല വിഷയമല്ലേ, ചൊന്നിട്ടേ പോകണം. അപ്പൊ ഏറെ ഫലമുണ്ട്. അമ്മായി റൗത്തുക്ക് പോകുമ്പോ ഫോണാക്കിയിട്ടേ പോകണം. നല്ല ജ്യൂസ് എല്ലാം കിട്ടും. സഡൻലി കയറിങ്ങോ വണങ്ങിയ ലിംബര തണ്ണി കിട്ടും. കറക്റ്റ് അല്ലേ? ഏതാ അൽഹംദുലില്ലാഹ്, നിങ്ങൾ ആ നല്ല ഇത് നല്ലൊരു വിഷയം തന്നെ. അതിപ്പോ ചിലത് വേണ്ടതെല്ലാം ആക്കി അൽഹംദുലില്ലാഹ്. ഏതായാലും അല്ലാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആ കിടാവ് പറഞ്ഞെന്തറിയോ? ഞാൻ നടക്കുന്നു എന്റെ ചെറിയ നടത്തം, അതെന്റെ അധ്വാനമാണ്. അതിന് ഫലം കാട്ടേണ്ടത് അല്ലാഹുവാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഞങ്ങളെ വഴിയിലേക്ക് ഇറങ്ങിയവരെ ഞങ്ങൾ എത്തിക്കേണ്ടടുക്കലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് മേലായ റബ്ബാൻ. ആ കുഞ്ഞു പറയാൻ, ആ കിട പറഞ്ഞെന്തറിയാ? എന്റെ വഴിയിലേക്ക് ഇറങ്ങിയവർ, എനിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, എന്റെ പൊരുത്തത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ, അവർക്ക് വേണ്ടതൊക്കെയും ചെയ്യുന്നത് ലനഹ്ദിയന്നഹും സുബുലനാ. ആ വഴി നേരാക്കി കൊടുക്കുന്നത്, എളുപ്പമാക്കി കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ എല്ലാ വഴിയും എളുപ്പമാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് കുഞ്ഞു പറഞ്ഞപ്പോ അയാൾ ആ മഹാനാ കുഞ്ഞിനോട് ചോദിച്ചു, അല്ല കുഞ്ഞ്, നിനക്ക് ഭക്ഷണം തിന്നണ്ടേ?
കുടിക്കണ്ടേ? ആ സമയത്ത് ആ കുഞ്ഞു പറഞ്ഞു അതേ തിന്നണം, കുടിക്കണം. പക്ഷേ എനിക്കതെല്ലാം വേണ്ടതുപോലെ കിട്ടുന്നുണ്ട്. കാരണം 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 ഇന്ന മൗലായ ദഅാനി ഫഹുവ യുത്ഇമുനി വയസ്ഖീനി. ഭക്ഷണം എവിടെ നിന്നാണെന്നല്ല കേട്ടെ. ഞാൻ പോകുന്നത് ടൂറല്ല, ഞാൻ പോകുന്നത് മൈസൂർ പാലസ് കാണാനല്ല, ഞാൻ പോകുന്നത് കദ്രി പാർക്ക് കാണാനല്ല, ഞാൻ പോകുന്നത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. പടച്ചറബ് വിളിച്ചിട്ട് പോവുകയാണ്. അവന്റെ ഗസ്റ്റാണ് ഞാന്, അവൻ വിളിച്ചിട്ട് പോകുന്ന വിരുന്നുകാരനാണ് ഞാന്. അല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പടച്ചറബിന്റെ വിളി കേട്ടിട്ട് അവന്റെ വിളിക്കുത്തരം പറയാൻ വേണ്ടി പോകുന്ന വിരുന്നുകാരനാണ് ഞാൻ. വിരുന്നുകാരനെ സൽക്കരിക്കേണ്ടത് വിരുന്നിന് വിളിച്ചയാളാണ്. അപ്പൊ ഭക്ഷണം അവൻ തരും, കുടിവെള്ളം അവൻ തരും. അതിനെ ഞാൻ ടെൻഷൻ ആക്കേണ്ടതില്ല. ഞാനായിട്ട് പോവുകയല്ല, ഞാൻ അവന്റെ വിരുന്നുകാരനാണെന്ന് ആ കുട്ടി അങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ഫതുഹുൽ മൗസിലി അത്ഭുതപ്പെട്ടു. ഫതുഹുൽ മൗസിലി അത്ഭുതപ്പെട്ടു. പിന്നീട് പേടിച്ചപ്പോഴാണ് മനസ്സിലായത്, അതേ നല്ല ബാപ്പ ഉമ്മാന്റെ ലാളന പാളനകളേറ്റ് നല്ല ഉമ്മാന്റെ സംസ്കാരമേറ്റ് നല്ല നിലക്ക് വളർന്നു വന്ന കുഞ്ഞാണെന്ന്, മതബോധമുള്ള കുഞ്ഞാണെന്ന്, വലിയവരെ ആദരിക്കാൻ പഠിച്ച കുഞ്ഞാണെന്ന്, ചെറിയവരെ സ്നേഹിക്കാൻ പഠിച്ച കുഞ്ഞാണെന്ന്, സമപ്രായക്കാരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിച്ച കുഞ്ഞാണെന്ന് പിന്നെയാണ് ഫതുഹുൽ മൗസിലിക്ക് മനസ്സിലായത്. ഞാൻ ഈ പറഞ്ഞു വന്നത്, നല്ല സംസ്കാരമുണ്ടോ ആരും നന്നാവും, നല്ല സംസ്കാരമുണ്ടോ ആരും അത് സ്വീകരിക്കും. നല്ല സംസ്കാരം നിങ്ങളിൽ നിന്നിട്ട് പകർന്നു കിട്ടിയോ ആരും അവിടെ നന്നാകും, ആരും അത് ഏറ്റുവാങ്ങും. പടച്ചറബ് ഞങ്ങളെ മക്കളെ നന്നാക്കട്ടെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ഞങ്ങളെയും അല്ലാഹു നന്നാക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മാസമാണ്, പുണ്യനബിന്റെ നാളാണ്, പുണ്യനബി തങ്ങളെ വാഴ്ത്തപ്പെടുന്ന മാസമാണ്, പൊന്നാര റസൂലുള്ളാഹി സ്മരിക്കപ്പെടുന്ന ദിനരാത്രികളാണ്. സലാത്തിന്റെ കോടാനക്കോടി മധുരമൊഴികൾ മദീനയിലേക്ക് ഒഴുകുന്ന നാളുകളാണ്. ഞങ്ങളാദരങ്ങളിൽ നിന്നിട്ടും ഒഴുകണം സലാത്ത്, ഞങ്ങളെ ചുണ്ടുകളിൽ നിന്നിട്ടും വരണം സലാത്ത്, ഞങ്ങളെ നാവിലൂടെ ചലിപ്പിക്കപ്പെടണം സലാത്ത്. സലാത്തിലൂടെ രംഗമൊന്നു ഉഷാറാകണം, വീടിന്റെ അകത്തളം നല്ല പോലെ താളം വെക്കണം സലാത്തിന്. സലാത്തിലൂടെ ഞങ്ങളെ മനസ്സ് രാഗം പിടിക്കണം. സലാത്താണ് എല്ലാം, സലാത്താണ് എല്ലാം, സലാത്താണ് എല്ലാം. മേരാ ദിൽ തടപ്പ് രഹാ ഹൈ, മേരാ ചൽ ഹൈ ഹസീനാ, മേരാ ദിൽ तड़प रहा है मेरे चल है हसीना. ये दवा वही मिलेगी, ये दवा वही मिलेगी, मुझे ले चलो മദീന മദീന. മേരാ ദിൽ. എല്ലാത്തിനും മരുന്ന് അവിടെയുണ്ട്, എല്ലാത്തിനും പരിഹാരം അവിടെയുണ്ട്, എല്ലാത്തിനും ശമനം അവിടെയുണ്ട്, എല്ലാത്തിനും റാഹത്ത് അവിടെയുണ്ട്. അതുകൊണ്ട് ചൊല്ലാം യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സലവാത്തുല്ലാഹി അലൈക. ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുക, മൗലിദും കാര്യങ്ങളൊക്കെ ധാരാളം പാരായണം ചെയ്യുക. അറിയുമെങ്കിൽ സ്വന്തം തന്നെ ഓതുക, ഇനി അതാകുന്നില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ടുവന്നിട്ട് ഓദിപ്പിക്കുക. കഴിയുമെങ്കിൽ ഒരു ഹദീസെങ്കിലും നിങ്ങൾ അങ്ങനെ പതിവാക്കണം. അത് മക്കളെ ഇരുത്തിയിട്ട് അങ്ങനെ ബൈത്തും ചൊല്ലിപ്പിച്ചിട്ട് അങ്ങനെ ചൊല്ലിപ്പിക്കണം. അത് വലിയൊരു കാര്യമാണ്, അത് വലിയൊരു ഇബാദത്താണ്, വലിയ കൂലിയുള്ള വിഷയമാണ്. അതിനെതിരെ ശബ്ദിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവരെ ചർച്ചക്കെടുക്കണ്ട. അവർക്ക് അവരെ വഴി, ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരെ വഴി, നമുക്ക് നമ്മളുടെ വഴി. പടച്ചറബ് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദീനിനെയും ഈ നല്ല വഴിയിൽ, ഈ സൽസരണിയിൽ, ഈ സച്ചരിതരുടെ പാതയിൽ, ഈ മദ്ഹ് സലാത്തിന്റെ വഴികളിൽ നിലയുറപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ.